ഹലോ, അപ്പൊ നമുക്കിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വട്ടയപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം 2 ഗ്ലാസ് പച്ചരി എടുക്കാം. 1-2 മണിക്കൂർ ഈ പച്ചരിനെ നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്താം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാം. അതിനായിട്ടൊരു ബൗളില് 2 സ്പൂൺ ഷുഗറും ലേശം ഈസ്റ്റും ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് അലിയിച്ചെടുക്കാം. ടേസ്റ്റ് വൈസ് ആയിട്ട് എപ്പോഴും നോക്കുകയാണെങ്കിൽ നമുക്ക് നാടൻ കള്ള് ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടുക. കള്ളില്ലെങ്കിൽ ഇതേ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടേസ്റ്റ് വൈസ് അനുസരിച്ച് ആഡ് ചെയ്യാറും കുറച്ചുകൂടി ബെറ്റർ. വെള്ളയപ്പത്തിന് കുറച്ച് സോഫ്റ്റ്നെസ് നൽകാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒരു പാനിൽ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനൊന്ന് തണുക്കാൻ വെക്കാം. ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഈ ഒരു പൊടിക്കൈ അറിയായിരിക്കും. ഇനി അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരമാകും. അരമണിക്കൂർ ഞാൻ ഇതിനെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായി. നേരത്തെ നമ്മൾ എടുത്തു വെച്ച പച്ചരി തേങ്ങയിലേക്ക് നമ്മുടെ ഈ കൂട്ടും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. എനിക്ക് പേഴ്സണലി ഏലക്കായുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ 2-3 ഏലക്കായും കൂടി ഞാനിതിൽ അരയ്ക്കാൻ ഇടുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തരികളൊന്നും ഉണ്ടാവാതെ നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിയ പാത്രത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ അമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നല്ലപോലെ കൈ വെച്ച് ഒരു 10 സെക്കൻഡോളം നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നിലെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മാവിനെ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഡ്ലി ചെമ്പില് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കിണ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് നെസ്റ്റും ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ലി ചെമ്പിലെ വെള്ളം നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇത് ആവി കയറ്റാൻ വെക്കാം. ഈ അളവിൽ സാധനങ്ങൾ എടുത്തപ്പോൾ 5 കള്ളപ്പം വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടാ. ഈ വീഡിയോയിൽ ഇടയ്ക്ക് കള്ളപ്പവും ഇടയ്ക്ക് വട്ടയപ്പവും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. നമ്മളിവിടെ കൂടുതലായിട്ട് പറയുന്നത് കള്ളപ്പം എന്നാണ്. അതാണ് എനിക്ക് എപ്പോഴും അങ്ങനെ വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. 3 മണിക്കൂറിന് പകരം ഒരു 6 മണിക്കൂർ കൂടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലപോലെ വീർത്ത് വന്നേനെ. ഉള്ളിലും അതുപോലെ തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വട്ടയപ്പം റെസിപ്പി. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ് ഇത് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാത്ത എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യലുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് വന്ന് കമന്റ് ചെയ്യണേ.